ഹായ് എവരിവൺ, വെൽക്കം ടു മൺഡേസ് വീൽസ്. ഇറ്റ്സ് മീ അസ്ലം അസീസ്. അപ്പോൾ ഒരുപാട് പേരെ സംശയമാണ് ടാക്കോയിൽ മാനുവൽ എൻട്രി ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ. ആസ് എ ബിഗിനർ ഞാനും HG ഇവിടെ സമയത്തൊക്കെ ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിരുന്നു. എനിക്ക് ഒരുപാട് ഇൻഫ്രിഞ്ച്മെൻറ്റ് കയറിയിരുന്നു. അപ്പോൾ റീസെൻ്റ് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒരുപാട് വീഡിയോസ് ഇട്ടിരുന്നു. അപ്പോൾ ഒരുപാട് പേര് വിളിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പേര് മിസ്റ്റേക്ക് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ എന്നോട് 1-2 പേര് ചോദിച്ചിരുന്നു, ബ്രോ ഒരു വീഡിയോ ചെയ്തു തരുമോ വെച്ചിട്ട്. അപ്പോൾ ഞാനിപ്പോഴും ടാക്കിനെ പറ്റി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ വീഡിയോയിൽ ടാക്കിൽ മാനുവൽ എൻട്രി ചെയ്യാന്നുള്ള കാര്യം എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ആസ് എൻ HGV ഡ്രൈവർ ഇൻ ദ UK നിങ്ങളുടെ കയ്യിൽ എപ്പോഴും കൊണ്ടു നടക്കുന്ന 3 ഡോക്യുമെൻ്റ് ഉണ്ട്. അതെല്ലാവർക്കും അറിയാം. ജസ്റ്റ് പരിചയപ്പെടുത്തുന്നു. ഒന്നാം നമ്മുടെ ഡ്രൈവർ കാർഡ് എന്ന് പറയുന്നത്, ഇതാണ് നമ്മുടെ ടാക്കോയിൽ ഇൻസെർട്ട് ചെയ്യേണ്ട കാർഡ്. പിന്നെ വരുന്ന കാർഡാണ് നമ്മുടെ ഒബ്വിയസ്ലി നമ്മുടെ UK ഡ്രൈവർ ലൈസൻസ് ആണ്. പിന്നെ അടുത്ത് വരുന്നത് എവറി 5 years പുതുക്കേണ്ട ഡ്രൈവർ ക്വാളിഫിക്കേഷൻ കാർഡ്. ഈ 3 ഡോക്യുമെൻറ്റ്സ് നമ്മൾ എപ്പോഴും നമ്മുടെ കയ്യിൽ കൊണ്ടു നടക്കണം. അപ്പോൾ ഇതാണ് ഡ്രൈവർ കാർഡ് എന്ന് പറയുന്നത്. ചിപ്പ് കണ്ടില്ലേ, ഈ കാർഡ് ഇടുന്നത് കാണിച്ചു തരാം. ടാക്ക് ഓൺ ആയിരിക്കും, ടാക്ക് ഓൺ സ്പില്ലാണിത്. ഈ ചിപ്പ് പറഞ്ഞത് ചിപ്പ് അപ്പിലാണ് ഇടേണ്ടത്, ചിപ്പ് മുകളിലോട്ടാക്കിയിട്ട്. അതായത് ഫോട്ടോ ഡൗണിൽ ചിപ്പ് അപ്പ്, നേരെ കാർഡ് ഇടുക, ഈ ക്യാപ്പ് അപ്പ് ചെയ്യുക, പ്രസ് ചെയ്യുക. അപ്പോൾ ഈ ഓട്ടോമേ നമ്മുടെ പേര് കാണിച്ചിട്ട് മുകളിൽ ലാസ്റ്റ് വിഡ്രോയിൽ, അതായത് ഞാൻ ഇന്നലെ കാർഡ് ഇന്നലെയാണ് കാർഡ് എടുത്തത് yesterday 3-6 o'clock. അപ്പോൾ മാനുവൽ എൻട്രി എന്ന് പറയും. അപ്പോൾ യെസ് കൊടുക്കുക. 3/6/26/7:44. അതായത് ഇന്നാണ് ബുധനാഴ്ച 7:44 കാർഡ് ഊരിയത്. അപ്പോൾ ആ സമയം മുതൽ ഈ സമയം വരെ ഞാൻ എന്ത് ചെയ്തിരുന്നു നമ്മൾ ടാക്കോണിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ആ സമയം മുതൽ 7:44 മുതൽ 7 മണി വരെ ഞാൻ റെസ്റ്റിലായിരുന്നു എന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മോഡ് അഡ്ജസ്റ്റ് ചെയ്യുന്ന സ്വിച്ച് ആണത്. ഇത് കഴിഞ്ഞാൽ ഇപ്പോൾ POA നമുക്ക് കൂടുതലായിട്ട് ഉപയോഗിക്കാനുള്ളത്. പിന്നെ അതർ വർക്കിൻ്റെ ചിഹ്നമാണ്. അപ്പോൾ നമ്മൾ ബെഡിലായിരുന്നു. അപ്പോൾ ഈ പ്രസ് ചെയ്തിട്ട് നമ്മൾ ബെഡിന് ചിഹ്നാക്കിയിടുക. എന്നിട്ട് നമ്മൾ ഏത് സമയം വരെ ബെഡിലായിരുന്നു, ഞാൻ 7:10 വരെ ബെഡിലായിരുന്നു റെസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അവർ അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഇത് അഡ്ജസ്റ്റ് ചെയ്യാം. കണ്ടില്ലേ, 19 നിങ്ങൾക്ക് പിന്നോട്ടാക്കാം. അപ്പോൾ ഓക്കെ, എന്നിട്ട് മിനിറ്റ് എത്ര മിനിറ്റ് വരെ നമ്മൾ ഏത് മിനിറ്റ് വരെ നമ്മൾ ബെഡിലായിരുന്നു ഞാൻ 10 കൊടുക്കുകയാണ്. കാരണം ഞാൻ കുറച്ച് നേരം വണ്ടി ക്ലീൻ ചെയ്തിരിക്കാറുണ്ട്. പിന്നെ ഡെയിലി വോക്കർ വെച്ച് കിടത്താണ്ടായി 15 മിനിറ്റ്. അപ്പോൾ 3/6/26 7:44 മുതൽ ഇന്ന് 7:10 വരെ ഞാൻ ബെഡിലായിരുന്നു. എന്നിട്ട് നമ്മൾ ഓക്കെ കൊടുക്കുക. അപ്പോൾ ടാക്കോ അടുത്ത ഓപ്ഷനിൽ പോകും. 3/6/2026 7:10 മുതൽ ഈ നിമിഷം ഈ മിനിറ്റ് വരെ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു. അപ്പോൾ ഞാൻ അതർ വർക്കിലോട്ട് പോകാൻ പോവാണ്. അതർ വർക്കിൻ്റെ മോഡ് തന്നെയാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. അതർ വർക്കിൻ്റെ മോഡ് ഇട്ടു, ഓക്കെ കൊടുത്തു. 7:41 വരെ അതർ വർക്കിലായിരുന്നു. UK കൺട്രി നമ്മൾ കൺട്രി ഡിഫറെൻറ്റ് ഡെസ്റ്റിനേഷൻ ആണെങ്കിൽ അത് ചൂസ് ചെയ്യാം. പിന്നെ UK തന്നെയാണ്. ഓക്കെ മാനുവൽ എൻട്രി കൺഫേം യെസ് കൊടുക്കുക. റെഡി ടു ഡ്രൈവ്. ഓക്കെ, ടാക്കോയിൽ കാണുന്ന സിമ്പിൾ ഞെക്കി പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാർഡ് ജെക്റ്റ് ആവും. ജെക്റ്റ് ആവുന്ന സമയത്ത് ചോദിക്കും കൺട്രി സെയിം കൺട്രി ആണെന്ന് ചോദിക്കും. അപ്പോൾ ഓക്കെ കൊടുക്കുക. ഇതിൽ ഓക്കെ ഞെക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിൻ്റ് ഔട്ട് ചോദിക്കും. അപ്പോൾ ഓക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ 24 hours ഓക്കെ. ഏകദേശം ടാക്കോ മാനുവൽ എൻട്രിയെ പറ്റി ഒരു ഐഡിയ ആയിട്ട് വിശ്വസിക്കുന്നു. അപ്പോൾ ഇപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോഴും ഒരുപാട് കാര്യം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതിന് ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. നമുക്ക് ഇത്ര ടൈം വണ്ടി ഓടിക്കാൻ പറ്റത്തുള്ളൂ. 4 hours ആണ് നമുക്ക് കണ്ടിന്യൂസ് ഓടിക്കാൻ പറ്റുന്നത്. അതായത് 4 മണിക്കൂർ 30 മിനിറ്റ് കൂടുതൽ ഡ്രൈവ് ചെയ്യാൻ പറ്റത്തില്ല. അതിന് മുമ്പായിട്ട് ഒരു 45 മിനിറ്റ് ബ്രേക്ക് എടുത്തിരിക്കണം. അത് സ്പ്ലിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ 50 മിനിറ്റ് ആണ്, പിന്നെ 30 മിനിറ്റ് ആണ്, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് 45 മിനിറ്റ് ആണ്. അത് കഴിഞ്ഞ ശേഷം നമുക്ക് അടുത്ത 4.5 hours ഡ്രൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ നമുക്ക് മാക്സിമം ഒരു ദിവസം ഓടിക്കാൻ പറ്റുന്ന 9 hours ആണ്. 10 hours ആക്കി എക്സ്റ്റെൻഡ് ചെയ്യാം. അത് ആഴ്ചയിൽ 2 പ്രാവശ്യമാക്കി എക്സ്റ്റെൻഡ് ചെയ്യാം. അങ്ങനെ ഒരുപാട് കാര്യമുണ്ട്. അതിനെപ്പറ്റി വീഡിയോ പിന്നീട് ചെയ്യാം. അപ്പോൾ ഇതിൽ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് DM ചെയ്താൽ മതി, ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൺഡേസ് വീൽസ്. ബൈ.